30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിലായിരുന്നു അത്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും ഒന്നും PC ജോർജിന് ഒരു മാറ്റവുമില്ല. പിന്നെയും ഇത് അതിഹീനമായ വർഗീയ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് PC ജോർജ്. കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചാണ് ഇത്തവണ PC ജോർജിന്റെ വിവാദ പ്രസ്താവനകൾ. മുസ്ലിം സമൂഹത്തെ അപഹസിച്ചുകൊണ്ട് നടത്തിയ വർഗീയ പരാമർശം നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ്. കാരണം നിങ്ങൾക്കറിയാമോ, ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. ഈരാറ്റുപേട്ടയിൽ 40,000 പോപ്പുലേഷൻ, അതിൽ 38,600 മുസ്ലിമാണ്. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊരു കാര്യമില്ല. നെഹ്റുവിനെ കുറിച്ചുള്ള PC ജോർജിന്റെ വിചിത്രവാദം കൂടി നമുക്ക് കേൾക്കാം. ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടുത്തിക്ക് പറയാം, എന്നാ കുഴപ്പം? മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാലവർ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ കഴിച്ച് മനുഷ്യടക്കുക. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കുക, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം അല്ലേ അപ്പോൾ നെഹ്റു? അങ്ങനെ PC ജോർജും K7 ഗ്രൂപ്പിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ടെന്ന് തോന്നുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കേശവമ്മമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ചില കാര്യങ്ങളുടെയൊക്കെ ഏറ്റവും മുറിയുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 2022 തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടായിരുന്നു. അത് നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ ഇതര മതസ്ഥർ നൽകുന്ന ഭക്ഷണത്തിൽ വന്ധ്യതാ മരുന്ന് കലർത്തുന്നുണ്ട് എന്നൊക്കെയുള്ള അങ്ങേയറ്റം തെറ്റായ വിദ്വേഷ പരാമർശങ്ങളാണ് അദ്ദേഹം അന്ന് അവിടെ നടത്തിയത്. മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മുസ്ലിങ്ങളുടെ ചടങ്ങുകളിൽ പുരോഹിതർ ഭക്ഷണത്തിൽ 3 പ്രാവശ്യം തുപ്പിയ ശേഷമാണ് വിതരണം ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം വിഭാഗത്തെ ഇങ്ങനെ തുടർച്ചയായി ഇപ്പോൾ അധിക്ഷേപിച്ച പോലെ ആ പ്രസംഗത്തിലും അദ്ദേഹം അധിക്ഷേപിച്ചു. യൂത്ത് ലീഗിൻ്റെ പരാതിയിലാണ് അന്ന് PC ജോർജ് അറസ്റ്റിലായത്. തൻ്റെ അറസ്റ്റ് തീവ്രവാദികൾക്കുള്ള പിണറായിയുടെ സമ്മാനമെന്നായിരുന്നു അന്ന് ജാമ്യം ലഭിച്ചതിന് ശേഷം PC ജോർജ് പ്രതികരിച്ചത്. അതുപോലെ ചാനൽ ചർച്ചയിലുമൊക്കെ ഇങ്ങനെ വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട്. ജനുവരിയിൽ ജനം TV ചർച്ചയിൽ PC ജോർജ് ഹീനമായ മുസ്ലിം വിദ്വേഷ പരാമർശമാണ് നടത്തിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെയാണ് അന്ന് PC ജോർജ് പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയതയെ ഉണ്ടാക്കി തന്നെ തോൽപ്പിച്ചു എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ അറസ്റ്റിലാകുകയും ചെയ്തു. രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് PC ജോർജിന് കിട്ടിയിട്ടുണ്ട്. PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്നന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞു. അതിപ്പോൾ ഈ പരാമർശങ്ങളൊക്കെ കേൾക്കുന്ന ആർക്കും അതൊക്കെ തന്നെ പറയാനും ഉണ്ടാകൂ. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്നു എന്നുള്ള ആരോപണവും ആ വിമർശനവും കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ടിട്ടും വിദ്വേഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് PC ജോർജ്. കേരളത്തിൽ ലവ് ജിഹാദ് കൂടുകയാണ് എന്നാണ് PC ജോർജിൻ്റെ മറ്റൊരു വാദം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് PC ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്. 41 പെൺകുട്ടികളെ മാത്രമാണ് തിരിച്ചു കിട്ടിയെന്നാണ് PC ജോർജ് പറയുന്നത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഏതൊക്കെയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ PC ജോർജ് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഒരു സമയത്ത് വളരെ ആളുകളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്കൊക്കെയാണ് മുമ്പ് കണ്ടിരുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിന്നിരുന്ന കാലത്ത്. അതിനുശേഷം പതുക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുകയായിരുന്നു. തീവ്രമായ വർഗീയതയിലേക്ക് അദ്ദേഹം പോയി. അതിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും BJP നേതാവ് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. BJP നേതാവായിരുന്നുകൊണ്ട് PC ജോർജ് പറയുന്നത് ഇതുവരെ ഈ പാരമ്പര്യമുള്ള BJP നേതാക്കളൊന്നും ഈ മട്ടിൽ സമൂഹത്തിൽ നേരിട്ട് വിദ്വേഷം തുപ്പാൻ തക്കവണ്ണമുള്ള ഒരു രീതി കേരളത്തിൻ്റെ ഈ സെക്യുലർ ഫാബ്രിക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നതുകൂടി ഈ സമയത്ത് നമുക്ക് ഓർക്കണമല്ലോ. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്തെ, ഈ PC ജോർജിൻ്റെ ഇന്നത്തെ പരാമർശങ്ങളെക്കുറിച്ച് പൊതുവെ ഉയർന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് സാഹചര്യം?
തീർച്ചയായും യൂത്ത് ലീഗ് അക്കാര്യത്തിൽ പരാതി നൽകി കഴിഞ്ഞു. എന്തായാലും പരാതി നൽകിയ സ്ഥിതിക്ക് കേസെടുക്കും, സ്വാഭാവികം അറസ്റ്റിലേക്കും പോകും. ഇന്ന് പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ആ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലത്ത് ഏതാണ്ട് 30 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ MLA ആയിരുന്ന കാലത്തിനിടയിലൊക്കെ അദ്ദേഹം സമശീർഷരെ മുഴുവൻ അധിക്ഷേപിച്ചയാൾ, പിന്നീട് പലതവണ രാഷ്ട്രീയ പാർട്ടി മാറിയാൾ, കേരള കോൺഗ്രസ്സായി, കേരള കോൺഗ്രസ് M ആയി, സെക്കുലറായി, പിന്നെ ജോസഫ് ഗ്രൂപ്പായി, ജനപക്ഷമായി, BJP ആയി. ആ കാലത്തൊക്കെ സമശീർഷരായ രാഷ്ട്രീയക്കാരെയും സാധാരണക്കാരെയും ജനങ്ങളെയും ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഈ തികഞ്ഞ വർഗീയ വിദ്വേഷം പറയുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഹർഷൻ സൂചിപ്പിച്ച പോലെ പലതവണയായി ഹൈക്കോടതി തന്നെ വിമർശിച്ചു. രാഷ്ട്രീയക്കാരനായിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ലാത്ത ആൾ എന്ന് കോടതി തന്നെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും കോടതിയെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന വേറെ എവിടെയും ഒരു സാധ്യതയുമില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ വർഗീയ വിദ്വേഷം പറഞ്ഞെങ്കിലും മുൻപ് അദ്ദേഹം രാഷ്ട്രീയക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് തിളങ്ങി നിന്നതെങ്കിൽ അത് നിയമസഭയിലായിക്കോട്ടെ KM മാണിയെ അധിക്ഷേപിച്ചൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അധിക്ഷേപിച്ച് തിളങ്ങി നിന്നാൽ ഇന്നിപ്പോൾ വർഗീയ വിദ്വേഷം പറയുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈനാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഹർഷൻ തന്നെ പറഞ്ഞതുപോലെ ഈ BJP-ക്കാരും പറയാത്ത, സാധാരണ ഒരു മനുഷ്യനും ആഗ്രഹിക്കാൻ പോലും ജീവിതത്തിൽ ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത വാക്കുകളും വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലൈനാണ്. അദ്ദേഹത്തിന് അതല്ലാതെ നിൽക്കാൻ കഴിയില്ല. മറ്റ് രാഷ്ട്രീയം പറഞ്ഞോ ജനങ്ങൾക്കിടയിൽ നിന്നും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കണം ഈ രൂപത്തിൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും സാധാരണഗതിയിൽ BJP-ക്കാർ പറയുന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന മുഴുവൻ ഒരു കാലത്തും ആർക്കും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്. കേസെടുക്കുമെന്ന് ഉറപ്പാണ്. വീണ്ടും ജയിലിൽ പോകുമെന്ന് ഉറപ്പാണ്. ഹൈക്കോടതി വീണ്ടും ഇടപെടും എന്ന് ഉറപ്പാണ്. എന്തായാലും അദ്ദേഹത്തെ ബാൻ ചെയ്യുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ഹർഷൻ, തീർച്ചയായും 10 വർഷം മുമ്പേ തന്നെ PC ജോർജ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പരിപാടി തുടങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ ഭാര്യയെക്കുറിച്ച് തോന്നിയാസം പറഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. ആ കാലത്ത് ആ നിലയ്ക്കൊരു സംഭവം അന്നുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഓർത്തെടുത്താൽ ദളിത് അധിക്ഷേപം അതും PC ജോർജ് നടത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ പറയുന്നു. വളരെ ശക്തമായി SDPI പ്രവർത്തകർ, ഈരാറ്റുപേട്ടയിലെ SDPI പ്രവർത്തകർ PC ജോർജിനൊപ്പം നിന്ന് പ്രവർത്തിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഈ അധിക്ഷേപിക്കുന്ന ഈരാറ്റുപേട്ടയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് എന്നതും അദ്ദേഹം മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും കേരളത്തിന് ചേരുന്ന രീതിയല്ല PC ജോർജിൻ്റേത്. കേരളത്തിന് അപമാനമാണ് 30 വർഷത്തിലേറെ ജനപ്രതിനിധിയായി ഇരുന്ന PC ജോർജിനെ പോലുള്ള ഒരാളുടെ തുടർച്ചയായുള്ള ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ. കേസെടുത്താലും ജയിലിലടച്ചാലും തനിക്കൊന്നുമില്ലെന്ന ധാർഷ്ട്യമാണ് ഇത്തരം ഹീനമായ പരാമർശങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ. കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നിയമപരമായി അതിനെ നേരിടാനുള്ള വഴി. ഇത്തരം വിഷനാവുകളെ പൂട്ടാൻ സർക്കാർ ആവുന്നതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് RDX അഭ്യർത്ഥിക്കുന്നത്.